കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് 13-ാം തീയതി വൈകുന്നേരം 6:30-ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണവും നൃത്തസംഗീത സമന്വയവും സംഘടിപ്പിക്കുന്നു. നെയ്യാറ്റിൻകര ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ച് കലാനിധിയുടെ ആഭിമുഖ്യത്തിൽ 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് MK അർജുനൻ, കടമനിട്ട രാമകൃഷ്ണൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കുമെന്ന് കലാനിധി ഭാരവാഹികളായ ഗീതാ രാജേന്ദ്രൻ, ബാലു കിരിയത്ത്, ഡോക്ടർ C ഉദയകല തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുതിർന്ന സംഗീതജ്ഞൻ പ്രൊഫസർ PR കുമാരകേരളവർമ്മയ്ക്ക് ഗുരുവന്ദനം അർപ്പിക്കും. കലാനിധി സംഗീതജ്ഞനും ഗാന രചയിതാവും മതമൈത്രി സംഗീതജ്ഞനുമായ ഡോക്ടർ വാഴമുട്ടം B ചന്ദ്രബാബു, ഗാനരചയിതാവും ആയ പ്രദീപ് തൃപ്പരപ്പ്, ഗാനരചയിതാവായ വിനോദ് ശ്രീധർ ആനേറ എന്നിവരാണ് എന്നോടൊപ്പം ഈ വേദിയിൽ. റഹീം മനൂർ സിനിമ PRO ഞങ്ങളോടൊപ്പം ഈ വേദിയിലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തോടനുബന്ധിച്ച് കലാനിധി നടത്തുന്ന നൃത്തസംഗീത സമന്വയം 13-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കിഴക്കേ നടയിൽ അരങ്ങേറുകയാണ്. ജീവകാരുണ്യ കലാ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 2 പതിറ്റാണ്ടിലേറെ കാലമായി വിവിധ മേഖലകളിൽ കലാനിധി നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഞങ്ങളോടൊപ്പം എന്നും ഞങ്ങളുടെ കലാനിധിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളാണ്. അവാർഡ് ഡിക്ലറേഷനായി ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 24 വർഷമായി സുദീർഘമായി നടന്നു വരുന്ന ഒരു സാംസ്കാരിക ട്രസ്റ്റാണ് കലാനിധി. കലാനിധിയുടെ പ്രഥമ പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീത സമന്വയവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. ഈ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള അവാർഡ് ആർക്കൊക്കെ ലഭിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യേണ്ട ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കലാനിധി പാർത്ഥസാരഥി സുവർണമുദ്ര സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ PR കുമാരകേരളവർമ്മ, കർണാടക സംഗീതജ്ഞൻ, സ്വാതി തിരുനാൾ സംഗീത കോളേജ് മുൻ പ്രിൻസിപ്പൽ, കലാനിധിയുടെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിനാണ് കലാനിധി പാർത്ഥസാരഥി സുവർണമുദ്ര സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത്. കലാനിധി പാർത്ഥസാരഥി സുദർശന ചക്ര പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായി, എഴുത്തുകാരിയും കവിയും ആണ് റിട്ടയർഡ് വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു, റിട്ടയർ ചെയ്ത്. കലാനിധി പാർത്ഥസാരഥി സംഗീതരത്ന പുരസ്കാരം പ്രൊഫസർ B അരുന്ധതി, പ്രശസ്ത പിന്നണി ഗായിക. പാർത്ഥസാരഥി അക്ഷരശ്രേഷ്ഠ പുരസ്കാരം ശ്രീ സുനിൽ പ്ലാമോട്, കവി, ഗാനരചയിതാവ്, എഴുത്തുകാരൻ. ശ്രീ ഹരികുമാർ KP, കവി, ഗാനരചയിതാവ്. ശ്രീമതി സംഗീത ദാസ്, കവയിത്രി, ഗാനരചയിതാവ്, നോവലിസ്റ്റ്. ശ്രീമതി മായ അനൂപ്, കവയിത്രി, സാഹിത്യകാരി. ശ്രീമതി ജാനു കാഞ്ഞിരംകുളം, കവയിത്രി, ഗാനരചയിതാവ്. ശ്രീ MG കണ്ടല്ലൂർ, കവി, നാടക നടൻ. ശ്രീമതി വിജയ വിജയൻ, കവയിത്രി, കഥാകൃത്ത്. ശ്രീമതി ഷാമിന TM, കവയിത്രി, കഥാകൃത്ത്. ശ്രീ പാർത്ഥസാരഥി ആരോഗ്യരത്ന പുരസ്കാരം ഡോക്ടർ S പ്രീതൻ, തലയോലപ്പറമ്പ്. കലാനിധി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി ആശാ കിഷോർ, ഗാനരചയിതാവ്, ഗായിക. കലാനിധി ശ്രീ പാർത്ഥസാരഥി സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം അരുമാനൂർ രതികുമാർ. കലാനിധിയുടെ ആദരവ് നൽകുന്ന ആ ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തികൾ
ശ്രീ മഹേഷ് ബി, എക്സിക്യൂട്ടീവ് ഓഫീസർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ അരവിന്ദ് മുരളി, PRO, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ മുകേഷ് മോഹൻ, PRO, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ. കൃഷ്ണ പ്രിയദർശൻ കലാനിധിയുടെ സ്ഥാപക മെമ്പറായിരുന്നു. കൃഷ്ണ കഥ, തിരക്കഥ, സംവിധാനം, ഗാനരചന ചെയ്ത ശ്രീലങ്കൻ സുന്ദരി എന്ന സിനിമയുടെ മധു ബാലകൃഷ്ണനും ശ്രീനിവാസനും ചേർന്നാണ് ആ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. കലാനിധിയുടെ രക്ഷാധികാരിയായ രഞ്ജിനി സുധീരനാണ് ഗാനം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പാർത്ഥസാരഥി നൃത്ത സംഗീത സമന്വയത്തിൽ കലാനിധി പ്രതിഭകളും സിനിമ, മിനി സ്ക്രീൻ താരങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന ദൃശ്യവിസ്മയ ആ വേദിയിൽ അരങ്ങേറുന്നതാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാമവർമ്മ തമ്പുരാൻ, കിളിമാനൂർ കൊട്ടാരം. മുഖ്യപ്രഭാഷണം സെൻകുമാർ സാറാണ്. മുഖ്യാതിഥി ശ്രീ R. രാമേന്ദ്രൻ സർ എന്നിവരാണ് പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണത്തിൽ അതിഥികളായി എത്തുന്നത്. കലാനിധിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അർഹിക്കുന്ന പ്രാധാന്യം നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. കലാനിധിയുടെ 2 ദിവസത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത്. 13-ാം തീയതി ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ, ഏപ്രിൽ 14 വിഷുദിനത്തിൽ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നെയ്യാറ്റിങ്കര മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ 8 വർഷമായി കലാനിധി കണിയും കൈനീട്ടവും കലാപരിപാടി അവിടെ അവതരിപ്പിച്ചു വരികയാണ്. കലാനിധിയുടെ ഉപദേശക സമിതി അഡ്വൈസറി ബോർഡ് മെമ്പറായ MK അർജുനൻ മാഷിൻ്റെയും കടമനിട്ട രാമകൃഷ്ണൻ മാഷിൻ്റെയും സ്മൃതി സന്ധ്യയും പ്രഥമ കലാനിധി പുരസ്കാര സമർപ്പണവും ആ വേദിയിൽ അരങ്ങേറുകയാണ്. മഹേശ്വരത്തപ്പൻ ഓഡിയോ CD ആൽബം പ്രകാശന കർമ്മവും സംഗീത നൃത്തശില്പവും ആ വേദിയിൽ അരങ്ങേറും. അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിനായി കലാനിധിയുടെ രക്ഷാധികാരി ആർട്സ് സയൻസ് കോളേജിൻ്റെ അധ്യക്ഷയുമായ ഉദയകല ടീച്ചറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ പ്രസ് ക്ലബിൽ തന്നെ പല മീറ്റിങ്ങുകൾ ഇതിനു മുൻപ് നടന്നിട്ടുള്ളതിൽ ഒക്കെ നമുക്കറിയുന്നതാണ്. കലാനിധി സെൻറ്റർ ഫോർ കൾച്ചർ 25 വർഷത്തെ ഒരു ചരിത്രം. അതായത് വളരെ അതിപ്രശസ്തർ തൊട്ട് പ്രശസ്തിയിലേക്ക് വരുന്ന കലാകാരന്മാരെ വരെയും കണിയും കൈനീട്ടവും നൽകി സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിൻ്റെ ചെയർപേഴ്സണായ ശ്രീമതി ഗീത രാജേന്ദ്രൻ നിസ്വാർത്ഥമായ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധ ഈ കലാനിധിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണമെന്ന് ഒരു എളിയ അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുന്നു. നമുക്കൊക്കെ ഏറ്റവും ആദരണീയനായ ശ്രീ MK അർജുനൻ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡുകൾ ഉൾപ്പെടെയാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം വിതരണം ചെയ്യുന്നത്. ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ അവാർഡ് കിട്ടുന്നുണ്ട്. കലാനിധി ഹൈന്ദവരത്ന പുരസ്കാരം ശ്രീ പ്രശാന്ത് വർമ്മ, കലാനിധി MK അർജുനൻ മാസ്റ്റർ സുവർണമുദ്ര സംഗീതരത്ന പുരസ്കാരം ശ്രീ മോഹൻ സിത്താര, കലാനിധി MK അർജുനൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ മഹേന്ദ്രൻ K പൊതുവാൾ, കലാനിധി MK അർജുനൻ മാസ്റ്റർ നവാഗത സംഗീത സംവിധായിക ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ, കലാനിധി MK അർജുനൻ മാസ്റ്റർ സംഗീത കലാരത്ന പുരസ്കാരം ശ്രീ രാമവർമ്മ തമ്പുരാൻ, കിളിമാനൂർ കൊട്ടാരം, കലാനിധി കടമനിട്ട രാമകൃഷ്ണൻ സുവർണമുദ്ര പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായ്, കവയത്രി, മുൻ പ്രിൻസിപ്പൽ ഗവൺമെന്റ് കോളേജ്, കടമനിട്ട രാമകൃഷ്ണൻ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പ്രഭാവർമ്മ, കടമനിട്ട രാമകൃഷ്ണൻ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ S പ്രീതൻ, MK അർജുനൻ മാസ്റ്റർ സംഗീതശ്രേഷ്ഠ പുരസ്കാരം ശ്രീ ഗീതാകൃഷ്ണൻ, കലാനിധി യുവ കലാശ്രേഷ്ഠ സുവർണമുദ്ര പുരസ്കാരം ശ്രീ ശ്രീജിത്ത് മാരിയിൽ,
കടമനിട്ട രാമകൃഷ്ണൻ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ എസ് സുരേഷ് കിള്ളിയൂർ. കടമനിട്ട രാമകൃഷ്ണൻ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി ലുജി ബിജു. കടമനിട്ട രാമകൃഷ്ണൻ കലാശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി സുജാത. ശ്രീ ശിവശങ്കര പുരസ്കാരം ശ്രീ നേമം പുഷ്പരാജ്. അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ MR ഗോപകുമാർ. രാജാ രവിവർമ്മ ദൃശ്യമാധ്യമ പുരസ്കാരം ശ്രീ ലിയോ രാധാകൃഷ്ണൻ. രാജാ രവിവർമ്മ എക്സലൻസ് പുരസ്കാരം ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ. മാധ്യമശ്രേഷ്ഠ പുരസ്കാരം വിനു ശ്രീലകം. കലാനിധി രാജാ രവിവർമ്മ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അനിൽ തോമസ്. സമകാലികം മികച്ച TV വാർത്താധിഷ്ഠിത പരിപാടി സമകാലികം ദൂരദർശൻ മലയാളം ന്യൂസ്. ശബ്ദശ്രീ പുരസ്കാരം ശ്രീ P കൃഷ്ണകുമാർ. കടമനിട്ട രാമകൃഷ്ണൻ കാവ്യാഞ്ജലി പുരസ്കാരം ശ്രീ പോത്തുപാറ മധുസൂദനൻ, ശ്രീ ഷംനാഥ്, ശ്രീമതി സംഗീത, ശ്രീമതി മെറീന ടോമി, ശ്രീ പ്രദീപ് തൃപ്പരപ്പ്. കാവ്യരത്ന പുരസ്കാരം ശ്രീ മാറനല്ലൂർ സുധി, ശ്രീമതി സ്മിതാദാസ്, ശ്രീമതി ഉഷ ആനന്ദ്, ശ്രീ ഹരൻ പുന്നാവൂർ, ശ്രീമതി രാധു പുനലൂർ. അക്ഷരശ്രീ പുരസ്കാരം ശ്രീമതി ശ്രീദേവി പ്രസാദ്, ശ്രീമതി ജയലക്ഷ്മി. കടമനിട്ട രാമകൃഷ്ണൻ സ്മാരക സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അനിൽ കരിങ്കുളം, ശ്രീമതി രാജലക്ഷ്മി മാറനല്ലൂർ. കടമനിട്ട രാമകൃഷ്ണൻ അക്ഷരശ്രീ പുരസ്കാരം ശ്രീ സുഗു മരുതത്തൂർ. കലാനിധി ഭാരതൻ സ്മാരക കലാശ്രേഷ്ഠ പുരസ്കാരം ശ്രീ KP പ്രസാദ്, ചലച്ചിത്ര സംവിധായകൻ. ഇത്രയും അവാർഡുകളാണ് ചെങ്കൽ ശിവക്ഷേത്രത്തിൽ വച്ച് അന്ന് ത്രിസന്ധിയിൽ, വിഷുവിൻ്റെ അന്ന് ത്രിസന്ധിയിൽ നടക്കുന്നത്. മാധ്യമ സാഹിത്യ എല്ലാ രംഗത്തെയും ഉള്ള പ്രവർത്തകരെയും കലാനിധിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അവിടേക്ക് ക്ഷണിക്കുന്നു. കലാനിധി രക്ഷാധികാരി മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ. നമസ്കാരം. നേരത്തെ ബാലുചേട്ടനും ഉദകല ടീച്ചറും പറഞ്ഞതുപോലെ തിരുവനന്തപുരം മഹാനഗരത്ത് കലാനിധി ട്രസ്റ്റിൻ്റെ പേരിൽ നടത്തുന്ന സേവന, ചാരിറ്റി, സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. സമൂഹത്തിൽ നിർധരായ കുട്ടികളെ കണ്ടെത്തി കലാവാസനകൾ അഭ്യസിക്കുകയും നൃത്തം അതുപോലെ തന്നെ സംഗീതം ഫ്രീയായ രീതിയിൽ പഠിപ്പിക്കുകയും കലാനിധി ട്രസ്റ്റ് ചെയ്തു വരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരം മഹാനഗരത്ത് ഇത്തരത്തിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടികൾ ചേച്ചി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള അഭ്യുദയകാംക്ഷികളെല്ലാം ചേച്ചിക്ക് പിന്തുണയായി ടീച്ചറും ബാലുചേട്ടനും നമ്മളും എല്ലാം വരുന്നത്. കലാനിധി മെമ്പർ KS സോമശേഖരൻ നായർ നിർമ്മാണവും ഗാനരചനയും നിർവഹിച്ച് KP പ്രസാദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ശേഷിപ്പുകൾ എന്ന സിനിമയുടെ പോസ്റ്റർ പ്രദർശനം അന്ന് ചെങ്കൽ മഹാദേവ ക്ഷേത്ര ദക്ഷിണ കൈലാസം ക്ഷേത്രത്തിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. കലാനിധി മെമ്പറും ഗാനരചയിതാവും ഗായകനും കവിയത്രിയുമായ ആശാ കിഷോർ മുത്തൽ തീർത്ത ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെയും ശിവലിംഗത്തിൻ്റെയും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന വൈകുണ്ഠത്തിൻ്റെയും എല്ലാം മുത്തൽ തീർത്ത ആ വിഗ്രഹം മഹേശ്വരത്തപ്പൻ മഠാധിപതി ചെങ്കൽ മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദയ്ക്ക് അന്ന് അവിടെ വെച്ച് നിർവഹിക്കുന്നതാണ്. ആ ഡോക്യുമെൻ്ററി സിനിമയിൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് മഹേശ്വരത്തപ്പ മഠാധിപതി മഹേശ്വരാനന്ദ സ്വാമികളാണ്. അടുത്ത വരികൾ എഴുതിയിട്ടുള്ള ഡോക്ടർ അനിൽകുമാർ ST ആണ്. അതിൻ്റെ രചന നിർവഹിച്ച 4 വ്യക്തിത്വങ്ങളുണ്ട്. കൃഷ്ണ പ്രിയദർശൻ, ശ്രീമതി ലാലി രംഗനാഥ്, ശ്രീമതി ബിന്ദു അരുവിപ്പുറം, ശ്രീ പ്രദീപ് തൃപ്പരപ്പ്, ശ്രീമതി ആശാ കിഷോർ, സുനിൽ ബ്രാഹ്മോട്, വിനോദ് ശ്രീധർ ആനയറ എന്നിവരുടെ ഗാനങ്ങൾക്കാണ് ആ ചിത്രത്തിൽ രചന ചെയ്തിട്ടുള്ളത്. സംഗീത സംവിധാനം നമ്മുടെ കിളിമാനൂർ കൊട്ടാരം രാജ രവിവർമ്മ തമ്പുരാനാണ്. ശ്രീ മഹേശ്വരൻ പൊതുവാൾ, ശ്രീ രഞ്ജിനി സുധീർ, രാധിക S നായർ, സുബീഷ് പടയനിലം, സുമേഷ് അരിയൂർ, കുമാരി ശ്രദ്ധ പാർവതി എന്നിവർ ആലപിച്ചിരിക്കുന്നു. ഗായകർ പ്രൊഫസർ ലതിക, രഞ്ജിനി സുധീരൻ, രാധിക S നായർ, മഹേന്ദ്ര K പൊതുവാൾ, മണക്കാട് ഗോപൻ, കുമാരി ശ്രദ്ധ പാർവതി, കുമാരി ശ്രേയ മഹേഷ്, ബേബി ശ്രേഷ്ഠ മഹേഷ്, മാസ്റ്റർ ഗിരീഷ്, ശ്രീ നന്ദൻ AS, ലിജേഷ് അത്തിലാട്ട് എന്നിവരാണ് ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത്. കോറസ് പാടുന്നത് മാസ്റ്റർ ആരോമൽ, കുമാരി അനഘ, മാസ്റ്റർ ആദിത്യൻ, കുമാരി ലക്ഷ്മി, കുമാരി നന്ദന. ഇത് ചേച്ചിയുടെ
കുട്ടികളാണ്. ചേച്ചിയാണ് അത് പാട്ടുകളെല്ലാം പഠിപ്പിച്ച് മുഖ്യ പാട്ടുകാരായിട്ട് കൊണ്ടുവരുവാൻ കലാനിധി സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. സ്മൃതി സന്ധ്യയുടെ ഉദ്ഘാടനം ശ്രീ മഹേശ്വരത്തപ്പൻ കണിയും കൈനീട്ടവും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സപ്തസ്വരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സംഗീത ലോകത്തെ പ്രമുഖരായ പ്രൊഫസർ PR കുമാരകേരളവർമ്മ, ശ്രീ രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരം, ശ്രീ മോഹൻ സിത്താര, ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ, ശ്രീമതി രാധിക S. നായർ, ശ്രീ മഹേന്ദ്രൻ K. പൊതുവാൾ, കുമാരി ശ്രദ്ധ പാർവതി എന്നിവർ ചേർന്നാണ് സപ്തസ്വരങ്ങളുടെ ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയായ കുമാര കേരളവർമ്മ സാറിൻ്റെ കർണാടക സംഗീതജ്ഞനും കലാനിധിയുടെ രക്ഷാധികാരിയുമായ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ഗുരുസ്ഥാനീയനുമായ പ്രൊഫസർ PR കുമാരകേരളവർമ്മയ്ക്ക് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ ഗുരുവന്ദനവും പാദപൂജയും നടത്തി സംഗീതജ്ഞരും കലാനിധി അംഗങ്ങളും കലാനിധി പ്രതിഭകളും ചേർന്ന് ആദരിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി കലാനിധി രക്ഷാധികാരി ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കലാനിധിയുടെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ കലാരംഗത്ത് പിച്ച വെച്ച് തുടങ്ങുന്ന കുട്ടികൾ മുതൽ പ്രഗത്ഭരായ സംഗീതജ്ഞരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ ഗീതാരാജൻ എന്ന ഒരു വലിയ പ്രവർത്തക ഒരു മുന്നോട്ടുള്ള ഗതിക്ക് മുന്നോട്ടുള്ള കുറച്ചുകൂടെ ഒരു പിന്തുണ ഉണ്ടെങ്കിലും അത് കൊണ്ടുപോകുന്ന ശൈലി അത് അനന്തപുരിയിൽ ഒരു സ്ത്രീരത്വത്തിന് മാത്രമേ കഴിയൂ. അത് ഗീതാരാജന് വേണമെങ്കിൽ പറയാം. പല സംഘടനയുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഘടന എന്ന നിലയിൽ കലാനിധി അത് വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് കഴിയുന്നതും കൂടെ കൂടുന്നതും. കലാനിധി നടത്തി വരുന്ന പ്രത്യേക ശൈലിയിലുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒരു ആദരിക്കുന്ന ചടങ്ങ്, അത് വിഷു കൈനീട്ടത്തിന് മേച്ചുപോയി പാറശാല പെൺമ ടീച്ചറിൻ്റെ ആ സ്മരണയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. അത് വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഗുരുനാഥന്മാരെ ആദരിക്കുന്നതും ഗുരുവന്ദനവും. അതൊരു സംഘടന നടത്തുക എന്ന് വെച്ചാൽ വളരെ ലളിതമായ രീതിയിൽ എന്നാൽ വളരെ ആധുനികമായ രീതിയിലും നടത്തുന്ന ഒരു ചടങ്ങാണ്. അത് ഈ വർഷം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ മഹാഗുരുവായ കുമാരകേരള സാറാണ്. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ബാണി മുറുകെ പിടിക്കുന്ന ചെമ്മാങ്കുടി ശൈലിയുടെ ഒരു പിന്തുടർച്ചക്കാരൻ നിലയിൽ കുമാരകേരള സാറിൻ്റെ നാമം വളരെ വലുതാണ്. കന്നഡ സംഗീതത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ വെച്ച് ഏറ്റവും സീനിയറായിട്ടുള്ള കുമാരകേരള സാറാണ്. ആ ധന്യമുഖത്തിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു. കലാനിധിക്ക് വേണ്ട പ്രോത്സാഹനം ഇന്നുവരെ കൊടുത്തിട്ടുള്ള പോലെ തുടർന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി. കലാനിധി മെമ്പറായ വിനോദ് ആനേറ. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കലാനിധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു. ഇതിലേറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സകല മേഖലകളിലും, അതായത് കലാ സാഹിത്യ സാംസ്കാരിക മാധ്യമ മേഖലകളിലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന കലാകാരന്മാരെയും ഈ സകല മേഖലകളിലുള്ള വ്യക്തികളെയും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഈ കലാനിധി ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന കലാനിധി ട്രസ്റ്റിൻ്റെ നെടുന്തൂണായിട്ടുള്ള ശ്രീമതി ഗീത രാജേന്ദ്രൻ മാഡത്തിനാണ്. അത് അവരുടെ പ്രവർത്തനങ്ങളാണ് ഈ കലാനിധി ട്രസ്റ്റ് ഇത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ 2 പരിപാടികളിലും 13-ാം തീയതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലും 14-ാം തീയതി ശ്രീ ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലും ഇതൊരു ക്ഷണമായി സ്വീകരിച്ച എല്ലാവരും എത്തി ഈ 2 പരിപാടികളും ഒരു മഹാവിജയമാക്കി തീർക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ, കലാനിധിയുടെ എല്ലാ വളർച്ചയ്ക്കും എന്നോടൊപ്പം നിൽക്കുന്ന പത്രദൃശ്യ മാധ്യമ സോഷ്യൽ മീഡിയയിലെ എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അർഹിക്കുന്ന പ്രാധാന്യം നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.